റിയൽമി കുറച്ച് കാലത്തിന് ശേഷം മറ്റൊരു സ്മാർട്ട് വാച്ചുമായിട്ട് എത്തിയിരിക്കുന്നു. റിയൽമി വാച്ച് 5. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടി കുറച്ച് നേരം ഉപയോഗിച്ച് നോക്കി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു വാച്ച് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഇതിൻ്റെ ഒരു ലുക്കാണ്. ആപ്പിൾ വാച്ച് അൾട്രയുടെയൊക്കെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇതുപോലൊരു റൊട്ടേറ്റിംഗ് ക്രൗൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആപ്പിൾ വാച്ചിൻ്റെയൊക്കെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ക്രൗൺ. അതുപോലെ ഇവിടെ ആയിട്ടാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. ആ ഡിസൈൻ പ്രോപ്പർ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആപ്പിൾ വാച്ച് അൾട്രയുടെ ഏകദേശം അതുപോലുള്ളൊരു ഡിസൈനാണ് റിയൽമി ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ അറിഞ്ഞുകൂടാത്തവർക്ക് ആപ്പിൾ വാച്ച് അൾട്ര എന്നേ തോന്നും. അതുപോലെ ഈ ഒരു സ്ട്രാപ്പും നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സ്ട്രാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അൺബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ സ്ട്രാപ്പ് നമ്മൾ അൺബോക്സ് ചെയ്ത് എടുത്തപ്പം നേരെ ഉൾട്ടായിട്ടാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരുന്നത്. ഫ്ലാഷ് ബാക്ക്. ഇതിൻ്റെ സ്ട്രാപ്പ് മാറി കിടക്കുകയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇത് ഇങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ ഇത് എടുത്ത് വെക്കേണ്ടി വരുന്നത്. എനിക്കൊന്ന് ആ സ്ട്രാപ്പ് കണക്ട് ചെയ്ത് അത് ബൈ ഡിഫോൾട്ട് കണക്ട് ചെയ്ത് വിടുന്ന രീതി ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രാപ്പ് ഒന്ന് അകത്തോട്ട് ആക്കാനൊക്കെ ഇത്തിരി ഒരു പാടുണ്ട്. എനിവേ സ്ട്രാപ്പ് തിരിച്ച് വരേണ്ടി ഈ ഇപ്പുറത്തോട്ട് വരണമായിരുന്നു തോന്നുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റി വേണമെങ്കിൽ ഇടാം. അതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. അടുത്തായിട്ട് ഈ ഒരു വാച്ചിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സിൻ്റെ പുറത്തുനിന്ന് സംഭവം കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ നോക്കാം. ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കാം. ഇതേ ഇരിക്കുന്നു വാച്ച്. വേറെ ഈ ബോക്സിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഇതിൻ്റെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ചാർജിങ് കേബിൾ വന്നിട്ട് ഇതുപോലെ 2 പിന്നുള്ള ടൈപ്പ് ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിയൽമി വാച്ച് 5. പ്ലാസ്റ്റിക് ബിൽഡാണ് ബാക്ക് എന്ന് തോന്നുന്നു. ഇവിടെ ഇതുപോലെ റിയൽമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വാച്ചിന് മൊത്തത്തിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല. 50.5 ഗ്രാം മാത്രം വെയിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സിലിക്ക ജെൽ ടൈപ്പ് ഒരു സ്ട്രാപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമുണ്ട് ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ. വലിയ ഓവർ വെയിറ്റ് ഒന്നുമില്ല. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊള്ളാം. ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 1.97 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല വലിയ ഒരു ഡിസ്പ്ലേ ആണ്. കമ്പാരിറ്റീവ്ലി സാധാരണ സ്മാർട്ട് വാച്ചുകളൊക്കെ അപേക്ഷിച്ച് ഒരല്പം വലിയ ഒരു ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് മാറുന്നുണ്ട്. ഈ വാച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ കിട്ടിയപ്പം ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരു റെഡ് കളറിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് കൊള്ളായിരുന്നു. ഞാൻ എൻ്റെ ഈ ഷർട്ടിൻ്റെ ഒക്കെ കളറിലുള്ള റെഡ് കളർ മോണോ കളറിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വൈറ്റ് കളറിലോട്ട് മാറി. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിരുന്നു. അതിനുശേഷമാണെന്ന് അറിയില്ല, എന്തായാലും വൈറ്റ് കളറിലേക്ക് മാറി. ഇനി നമ്മൾ ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വാച്ച് ഫേസുകൾ തന്നെ പല ഡിഫറൻ്റ് ഉണ്ട്. നമുക്ക് പല തരത്തിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതുപോലെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. സാധാരണ വാച്ചുകളിലൊക്കെ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ചിലപ്പോൾ 1-2 ഓൾവേസ് ഓൺ ഡിസ്പ്ലേകളെ കാണുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിരവധി ഓൾവേസ് ഓൺ ഡിസ്പ്ലേകൾ പോലുമുണ്ട്. അത് നമുക്ക് ഇതുപോലെ ടാപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് പെട്ടെന്ന് തന്നെ മാറാവുന്നതാണ്. പക്ഷേ ഇതുപോലെ സ്ക്രീൻ ടാപ്പ് ചെയ്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് മാറണമെങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ സെറ്റിംഗ്സിൽ എനേബിൾ ചെയ്തിരിക്കേണ്ടതാണ്. 600 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. കാരണം നമ്മൾ എപ്പോഴും വാച്ച് ഔട്ട്ഡോറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സൺലൈറ്റിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ ടൈം അറിയണം. നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയാൽ വളരെ ക്വിക്കാണ്. ഈ ഒരു ലാഗോ ഇഷ്യൂസ് അങ്ങനെയൊന്നുമില്ല. നല്ല ക്വിക്ക് റെസ്പോൺസ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നൽകുന്നുണ്ട്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല വാച്ച് ഫേസുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഓക്കെ, ബൈ ഡിഫോൾട്ട് നിരവധി വാച്ച് ഫേസുകൾ ഇതിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിൽ നിന്ന് നിരവധി വാച്ച് ഫേസുകൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇത്രയും വാച്ച് ഫേസുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വൈറ്റ് കളർ വാച്ച് ഫേസ് ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്. ഇതിന് ബൈ ഡിഫോൾട്ട് വരുന്ന എല്ലാം ബ്ലാക്ക് കളർ വാച്ച് ഫേസുകളാണ്. അപ്പോഴാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽ നമുക്ക് സത്യത്തിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ബെസലുണ്ട്. ഓവർ ബെസൽ എന്ന് ഞാൻ വിളിക്കുന്നില്ല. സാധാരണ ഈ പ്രൈസ് പോയിന്റ് കാണുന്ന വാച്ചുകളിൽ കാണുന്ന ബെസലിൻ്റെ ഒരു സൈസ് തന്നെയുണ്ട്. അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് കളർ ഫേസ് ആണ് ഇടുന്നതെങ്കിൽ ആ ഒരു ബെസൽ അവിടെ ഉണ്ട് എന്ന് അറിയുക പോലും ഇല്ല. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മൈക്ക് സ്പീക്കർ സംവിധാനം കൊടുത്തിട്ടുണ്ടെന്ന് ചുരുക്കം. അതുപോലെ NFC സപ്പോർട്ടൊക്കെ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ 460 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 16 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ഈ ഒരു വാച്ചിന് റിയൽമി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയതുള്ളൂ. 16 ദിവസം കിട്ടിയെങ്കിലേ 16 ദിവസം ഇതിൻ്റെ ബാറ്ററി നിൽക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇന്നലെ ഈ ഒരു വാച്ച് എൻ്റെ കിട്ടുമ്പോൾ ഏകദേശം ഒരു 92% ബാറ്ററി ഉണ്ടായിരുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്തെല്ലാം ഞാൻ കയ്യിൽ കെട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏകദേശം 78% ബാറ്ററി ലൈഫ് കാണിക്കുന്നത്. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആണ്. ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഓഫ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇവർ പറയുന്ന ആ ഒരു 16 ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടും. എങ്ങനെ പോയാലും ഒരാഴ്ചയിൽ കൂടുതൽ ഒരു 10 ദിവസത്തെ ബാറ്ററി ലൈഫൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബാറ്ററി ലൈഫൊക്കെ കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ്. റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ
കമ്പനിയൻ ആപ്പ് അത് നമുക്ക് ആൻഡ്രോയിഡ് വഴിയും ഐഫോൺ വഴിയും ഇൻസ്റ്റാൾ ചെയ്ത് ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണുകളിലും ഇത് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ഐഫോണുമായിട്ടാണ് ആദ്യം പെയർ ചെയ്ത് ഉപയോഗിച്ചത്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം സിൽവർ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു വാച്ച് ലഭ്യമാകുന്നത്. ഈ ഒരു ദിവസം ഞാൻ പല കാര്യങ്ങളും ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതായത് നമുക്ക് സാധാരണ കോളുകൾ, ഫോണിലേക്ക് വരുന്ന സാധാരണ കോളുകൾ ഇതിലേക്ക് കാണിക്കും. എന്നാൽ വാട്സപ്പ് കോളുകൾ നമുക്ക് ഇതിലേക്ക് കാണിക്കില്ല. വാട്സപ്പ് കോൾ കാണണമെങ്കിൽ നോർമലി നമുക്ക് ഗൂഗിളിൻ്റെ വെയർ OS ഉള്ള വാച്ചുകളിലൊക്കെയാണ് അത്തരത്തിൽ വാട്സപ്പ് കോൾ കാണിക്കുന്നത്. അതുപോലെ എനിക്കൊരു ചെറിയ കുറവ് ഫീൽ ചെയ്തു തുടക്കത്തിൽ. അതായത് നമുക്ക് മലയാളം മെസ്സേജുകൾ ആരെങ്കിലും വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അത് മലയാളം ഇതിൽ കാണിക്കുന്നതേ ഇല്ല. ആ മലയാളം ഫോണിൻ്റെ സപ്പോർട്ട് നിലവിലില്ല. അപ്ഡേറ്റ് വഴിയാണ് ലഭിക്കുമോ എന്നറിയത്തില്ല. കാരണം റിയൽമിയുടെ നേരത്തെയുള്ള വാച്ചുകളൊക്കെ മലയാളം കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എന്തായാലും ഇതിനകത്ത് മലയാളം ഫോണിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നുള്ളതൊരു ചെറിയ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഇതിനകത്ത് ഇൻബിൽറ്റ് GPS ഉണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ടിനൊക്കെ പോകുമ്പം ഫോൺ കൊണ്ട് പോകണ്ട. ഈ ഒരു വാച്ച് മാത്രം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മൾ പോയ വഴികൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു വാച്ച് GPS ഇൻബിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെയും സാധിക്കും. അതുപോലെ ഈ റൊട്ടേറ്റിംഗ് ക്രൗൺ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാനല്ല എന്ന് പറയാൻ കാരണം നേരത്തെയുള്ള OnePlusൻ്റെ ഒരു വാച്ചിലൊക്കെ ഈ റൊട്ടേറ്റിംഗ് ക്രൗൺ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫംഗ്ഷണൽ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ അത് ഫംഗ്ഷണലാണ്. പല കാര്യങ്ങളും ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ യൂസ് ചെയ്യാം. നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ ഇവിടെ ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ കാണാം. എന്നാൽ അത്തരം മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. വാട്സപ്പിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് അതും ഇംഗ്ലീഷിലാണെങ്കിൽ മാത്രം കാണാൻ സാധിക്കുള്ളൂ. മലയാളം സപ്പോർട്ടില്ല. അതുപോലെ മറ്റ് അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അറിയാലോ, അത് വേറെ OS ഉണ്ടെങ്കിൽ മാത്രമേ പ്ലേ സ്റ്റോർ ഒക്കെ വരൂ. ഇതിനകത്ത് അങ്ങനെ അഡീഷണൽ ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഏകദേശം ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ വാച്ച് ഫേസിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചില വാച്ച് ഫേസുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ചില വാച്ച് ഫേസുകളുടെ താഴെ ഇത്തരത്തിലൊരു സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ ആ വാച്ച് OSലുള്ള ഇത്തരം വിഡ്ജറ്റുകൾ അത് നമുക്ക് മാറ്റാനും ഒക്കെ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ വാച്ച് ഫേസിനെയും ഇത്തരത്തിൽ നമുക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ വാച്ച് ഫേസിൻ്റെ കളർ ചേഞ്ചിങ്ങോ അങ്ങനെയുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. പല വാച്ച് ഫേസുകൾക്കും ഇത്തരത്തിലുള്ള സെറ്റിംഗ്സിൽ കയറി അതിനകത്തുള്ള ആ ഒരു വിഡ്ജറ്റുകൾ നമുക്ക് മാറ്റി വേണമെങ്കിൽ ഇടാനൊക്കെ സാധിക്കും. അതുപോലെ ഓട്ടോ വർക്കൗട്ട് ഡിറ്റക്ഷൻ ഈ ഒരു വാച്ചിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ റണ്ണിങ് എന്ന് പറയുന്ന വർക്കൗട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ വർക്കൗട്ട് മോഡിൽ ചെന്ന് റണ്ണിങ് എനേബിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ റണ്ണിങ് ചെയ്യുന്നു എന്ന് ഓട്ടോ ഇത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ഒരു വർക്കൗട്ടിനെ കൃത്യമായിട്ട് ഇത് മെഷർ ചെയ്യും. ഇനി വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്കിവിടെ കാണാം. അത് ഒരു സ്ക്രീനിലാണ് ആ ടോഗിളുകൾ ഉള്ളത്. അതുപോലെ വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി, അന്നത്തെ എത്ര സ്റ്റെപ്പ് നടന്നു കാര്യങ്ങൾ കാണുന്നു. അടുത്തത് സ്ലീപ്പ് ഡേറ്റ കാണിക്കുന്നു. അടുത്തത് ഹാർട്ട് റേറ്റ്. അടുത്തത് സ്ട്രെസ് മോണിറ്ററിംഗ് സംവിധാനമാണ്. അടുത്തത് നമുക്ക് പലതും ഇതിനകത്ത് ഇല്ലാത്തത് പുതുതായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും എൻഡിൽ വരുമ്പോൾ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ആഡ് ചെയ്യാം. അത്തരത്തിൽ ആഡ് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇവിടം തൊട്ട് അത്തരത്തിൽ ആഡ് ചെയ്തതാണ്. ഇതൊരു ആംബിയൻറ്റ് വോളിയം ആണ്. അതായത് പുറത്തുനിന്നുള്ള നോയ്സ് എത്രത്തോളം ഉണ്ട് എന്ന് മോണിറ്റർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അടുത്തത് നമ്മുടെ ഒരു ബോഡി എനർജി സ്കോർ തരുന്നതാണ്. നമ്മൾ നല്ല ഉറങ്ങി ഫ്രഷ് ആയിട്ടൊക്കെ എണീക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പോലെ ഹൈ ചാർജ് നിൽക്കും. എനിക്കിപ്പോൾ ഉണ്ടല്ലേ ഉച്ച കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയും ചെറിയൊരു ആലസ്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് എൻ്റെ സ്കോർ ഇത്തിരി 57 ഡൗൺ ആയി. നമ്മുടെ ഹാർട്ട് റേറ്റും എല്ലാം വെച്ചുകൊണ്ടായിരിക്കണം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ ബ്ലഡ് ഓക്സിജൻ ലെവൽ SpO2 കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓപ്ഷനും ഇവിടെ ഉണ്ട്. പിന്നെ ഇടത്ത് നിന്ന് വലത്തോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ, അതുപോലെ മ്യൂസിക് പ്ലേ, ഇവൻറ്റ് റിമൈൻഡർ, NFC ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു വാച്ച് ഇത് ആക്ച്വലി ഇതിൻ്റെ വില എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ബോക്സിൻ്റെ പുറത്ത് അവർ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7,999 രൂപയാണ്. അതാണ് എൻ്റെ ഒരു MRP. എനിക്ക് തോന്നുന്നൊരു 5,500 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അധികം താഴുവോ കൂടുമോ എന്ന് അറിയില്ല. എന്തായാലും ഒരു 5,000 രൂപ പ്രൈസ് റേഞ്ചിലാണെങ്കിൽ കൊള്ളാം. കുറ്റം പറയാനായിട്ട് എനിക്ക് ഈ ഒരു മലയാളം ഫോണ്ടിൻ്റെ സപ്പോർട്ട് നിലവിലില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ചിലപ്പം ഒരുപാട് മലയാളികളൊക്കെ മേടിക്കുകയാണെങ്കിൽ ചിലപ്പം റിയൽമി അപ്ഡേറ്റിലൂടെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതുമാത്രമാണ് എനിക്കിതിനകത്ത് കുറവായിട്ട് തോന്നിയത്. ഒരു 5,500 റുപ്പീസിനൊക്കെ ഇത് നല്ല വർത്താണ് എന്ന് വേണം പറയാൻ. എസ്പെഷ്യലി ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്. ഡിസൈൻ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ ആ ഒരു സ്ലോ ഒന്നുമല്ല, ലാഗി അല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. യൂസർ ഇൻ്റർഫേസ് എനിക്ക് അങ്ങോട്ട് കാണാനുള്ളൊരു ഭംഗി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ആപ്പിൾ വാച്ചൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിലേക്ക് കയറുമ്പോൾ. എന്നതൊഴിച്ചാൽ ഈ പ്രൈസ് പോയിന്റിൽ ഒരു 5,000 റേഞ്ച് ആണെങ്കിൽ അടിപൊളി തന്നെയായിരിക്കും ഈ ഒരു വാച്ച്.